സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ആവേശം ഇന്നലെ ഉയർത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെങ്കിൽ ഇന്ന് രാഹുൽ ഗാന്ധി എത്തുകയാണ്. രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇന്ന് പത്തനംതിട്ടയിൽ തുടക്കമാകും. രാവിലെ 11:45 ഹെലികോപ്റ്ററിൽ അടൂർ വടക്കടത്തുകാവിലെ പോലീസ് ക്യാമ്പിലിറങ്ങുന്ന രാഹുൽ 12:15 അടൂർ മണ്ഡലം UDF സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 4 മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികൾ അവിടെ പങ്കെടുക്കും. വരും ദിവസങ്ങളിൽ പ്രിയങ്ക ഗാന്ധിയും പ്രചാരണത്തിനെത്തും. ശശി നാരായണൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശശി, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ചലിപ്പിക്കുന്നത് തന്നെ രാഹുൽ ഗാന്ധി തൊടുത്തുവിട്ട ആരോപണമാണ്. അത് ഡീൽ ആരോപണമാണ്. അത് പിന്നീട് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഓരോ ദിവസം കഴിയും തോറും വീണ്ടും രാഹുൽ എത്തുകയാണ്. 11:45 ഇന്നത്തെ പത്തനംതിട്ടയിലെ ആദ്യ പരിപാടി എന്നതാണ് മനസ്സിലാകുന്നത്. എങ്ങനെയൊക്കെയാണ് രാഹുലിന്റെ പരിപാടികൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്? രേണുക, UDF പ്രവർത്തകരും കോൺഗ്രസുകാരും ആവേശം പകർന്നുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തുന്നത്. പ്രത്യേകിച്ച് ആദ്യമായി കേരളത്തിലെ പരിപാടി പത്തനംതിട്ടയിലാണ് തുടക്കമിടുന്നത്. പ്രചരണ പരിപാടി ആ പ്രവർത്തകർക്ക് പൊതുസമ്മേളനം മറ്റു കാര്യങ്ങളുമെല്ലാം ക്രമീകരിച്ചാലുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയായിട്ടുണ്ട്. രാവിലെ 11 മണിക്ക് തിരുവനന്തപുരത്ത് രാഹുൽ ഗാന്ധി ഹെലികോപ്റ്ററിലെത്തും. അവിടുന്ന് റോഡ് മാർഗം അവിടുന്ന് ഹെലികോപ്റ്റർ തന്നെ അടൂരിലെ പോലീസ് ക്യാമ്പിൽ ഗ്രൗണ്ടിലിറങ്ങും. അവിടെ നിന്ന് 12 മണിക്ക് 11:45 അടൂരിലെത്തുക. അവിടുന്ന് 12:15 അടൂർ KSRTC ജംഗ്ഷനിൽ പൊതുസമ്മേളനം ഉണ്ടാകും. അത് UDF സ്ഥാനാർത്ഥി TV ശാന്തകുമാർ യോഗത്തിൽ പങ്കെടുക്കും. അവിടെ ചെറിയ യോഗമാണ്. പക്ഷേ എന്നാലും ആ യോഗത്തിൽ പങ്കെടുത്തതിന് ശേഷമാണ് വലിയ പൊതുസമ്മേളനം നടക്കുന്ന പത്തനംതിട്ടയിലേക്ക് 1 മണിയോടുകൂടി പിന്നീട് രാഹുൽ ഗാന്ധി എത്തുക. അവിടെ മണ്ഡലത്തിലെ 4 സ്ഥാനാർത്ഥികളും ആ സമ്മേളനത്തിൽ പങ്കെടുക്കും. സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തും. പ്രവർത്തകരും ഈ 4 മണ്ഡലത്തിലുള്ള പ്രവർത്തകരും അവിടെ എത്തിച്ചേരും. അതിനുശേഷം ഇവിടെ നിന്നും നേരെ പാമ്പാടിയിലേക്ക് പോകുമെന്നാണ് വാർത്താ സമ്മേളനത്തിൽ ഇന്നലെ വ്യക്തമാക്കിയിട്ടുള്ളത്. പാമ്പാടിയിലെ പരിപാടി കഴിഞ്ഞതിന് ശേഷം വൈകിട്ടോടുകൂടി തിരികെ നിലവിൽ ഈ കോന്നിയിൽ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലെത്തി ഹെലികോപ്റ്റർ മാർഗം തിരികെ രാഹുൽ ഗാന്ധി മടങ്ങും എന്നുള്ള രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. എന്തായാലും പ്രവർത്തകരെല്ലാം ആവേശത്തിലാണ്. 4 മണ്ഡലങ്ങൾ, പത്തനംതിട്ടയിലെ 5 മണ്ഡലങ്ങളും UDFന് വിജയസാധ്യത ഉണ്ടെന്നാണ് UDF അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പ്രവർത്തകർക്ക് ആവേശം പകരുന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധിയുടെ പരിപാടികൾ ക്രമപ്പെടുത്തിയിട്ടുള്ളത്. പഴയ KSRTC പഴയ ബസ് സ്റ്റാൻഡിലാണ് ഇത്തരത്തിലുള്ള സംവിധാനം പൊതുസമ്മേളനം നടക്കാനുള്ള ക്രമീകരണങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇതിൽ തന്നെ UDFന്റെ നേതൃത്വം വ്യക്തമാക്കിയത് പെട്ടെന്നുള്ള അറിയിപ്പാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ പാർട്ടി സജ്ജമായിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പെട്ടെന്ന് തന്നെ അറിയിപ്പ് കിട്ടിയിട്ടും രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് എണ്ണയിട്ട യന്ത്രം പോലെ UDF സംവിധാനം പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് രാഹുലിന്റെ വരവ് വലിയ ഗുണകരമായി മാറും. ഈ ഡീൽ കാലമുള്ള ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിൽ അതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ രാഹുലിന്റെ മണ്ഡലത്തിലെ പത്തനംതിട്ട ജില്ലയിലെ സ്ഥാനാർത്ഥികളെ ഉള്ള ഈ UDF സ്ഥാനാർത്ഥികളെ അവരുടെ സ്വീകരണ പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്ന വലിയ രീതിയിൽ ഒരു പ്രയോജനം ചെയ്യും എന്നുള്ളതാണ് UDF നേതൃത്വം കരുതുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സ്വീകരണത്തിന് രാഹുൽ ഗാന്ധി ഒരുപക്ഷെ റോഡ് ഷോയെ സംബന്ധിച്ചൊരു ചോദ്യം നമ്മൾ ചോദിച്ചപ്പോൾ അദ്ദേഹം റോഡ് ഷോയെ കുറിച്ച് അനുമതി ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നത്. ഒരു പക്ഷേ ചിലപ്പം അടൂരിൽ നിന്നും പത്തനംതിട്ടയ്ക്ക് വരുന്ന വഴിയിൽ റോഡ് ഷോയും ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് സ്ഥിരീകരിക്കപ്പെട്ടില്ല. ഒരുപക്ഷെ അങ്ങനെ സംഭവിക്കാമെന്നാണ് UDF കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. അതിനുള്ള അറിയിപ്പുകൾ ലഭിച്ചില്ല. ഒരുപക്ഷെ അങ്ങനെ ഉണ്ടാവാനും സാധ്യതയുണ്ടെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും സംസ്ഥാന തലത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരും അതുപോലെ തന്നെ മറ്റു ജില്ലകളിലുള്ള നേതാക്കന്മാർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതോടെ അറിയിപ്പ് ലഭിക്കുന്നത്. ആരൊക്കെയാണ് പങ്കെടുക്കുന്നതിനെ കുറിച്ച് കൃത്യമായൊരു വിവരം ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. എന്തായാലും രാഹുൽ ഗാന്ധി കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശം നൽകിക്കൊണ്ട് 11 മണിയോടുകൂടി കേരളത്തിൽ എത്തിച്ചേരും. അവിടുന്ന് പത്തനംതിട്ടയിലും എത്തി പരിപാടികൾ പങ്കെടുക്കുമെന്നുള്ളതാണ് അറിയിക്കുന്നത്. എന്തായാലും രാഹുലിനെ കോഴിക്കോട് കാത്തിരുന്നതാണ്. അവിടേക്ക് എത്താൻ പറ്റിയില്ല. സോണിയാഗാന്ധിയുടെ അസുഖം മൂലം വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് അന്ന് രാഹുൽ ഗാന്ധി പങ്കെടുത്തത്. എന്തായാലും പത്തനംതിട്ടയിൽ നേരിട്ടെത്തുകയാണ് രാഹുൽ ഗാന്ധി. ശശിനാരായണൻ, ഒരു ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസ് ശബരിമല വിഷയം ശക്തമായി ഉന്നയിച്ചു തുടങ്ങുന്ന ഒരു ഘട്ടം കൂടിയാണ്. വീണ്ടും പോറ്റിയെ കേറ്റിയെ പാട്ടുമായി സ്ഥാനാർത്ഥികൾ കളം പിടിക്കുന്നത് കൂടി നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ UDF ആരോപണ വിധേയമായ കൊടിമരക്കേസിൽ ആശ്വാസകരമായ ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിയതോടുകൂടിയാണ് വീണ്ടും ശബരിമല ശക്തമാക്കാൻ ഉന്നയിക്കുന്നത്. അപ്പോൾ പത്തനംതിട്ടയിലെത്തുമ്പോൾ രാഹുൽ തന്നെ അതിന് ചൂട് പകരുമോ? ആ രീതിയിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ? റേണുക, തീർച്ചയായും ആവേശകരമായ ഒരു രീതിയിലാണ് കോൺഗ്രസിന്റെയും UDFന്റെയും ഒരു പ്രവർത്തനം ഇപ്പോൾ ഉള്ളത്. രാഹുൽ വരുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം പ്രവർത്തകർക്ക് ആവേശമായി മാറും. അത് വോട്ടാക്കി മാറ്റാനുള്ള നടപടിയാണുള്ളത്. പോറ്റിയെ കയറ്റിയുള്ള പാട്ടുകളൊക്കെ കഴിഞ്ഞ ദിവസവും UDFന്റെ സ്ഥാനാർത്ഥി, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പാട്ടുകൊണ്ട് പഴുവളം അത് പാടിയത് വിവാദമായിരുന്നു. ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെന്നുള്ളതാണ് സ്ഥാനാർത്ഥി അടക്കം പറഞ്ഞിട്ടുള്ളത്. കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളത്.
സ്വർണ്ണക്കള്ള കേസ് അത് കൃത്യമായി തെരഞ്ഞെടുപ്പ് വിഷയമാണ്. ആ തരത്തിലാണ് ആ പാട്ട് പാടിയത്. സ്ഥാനാർത്ഥി കോൺഗ്രസിലെ UDF സ്ഥാനാർത്ഥികൾ ഈ പാട്ടുകൾ ഇനിയും പാടും എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും അതെല്ലാം ഈ വിഷയമായി മാറുന്ന ഒരു പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ വരവ്, ഈ ജില്ലയിലുള്ള വരവ് വലിയ പ്രതീക്ഷയാണ് കോൺഗ്രസ് നൽകുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ 2 പ്രാവശ്യവും ഇടതുമുന്നണിക്കാണ് ജില്ലയിൽ ആധിപത്യമുള്ളത്. അത് തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ UDF അതിന്റെ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യമായാണ് ദേശീയ തലത്തിന്റെ നേതാവ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പത്തനംതിട്ടയിലെത്തുന്നത്. അതുകൊണ്ട് കൃത്യമായ ഒരു നടപടി, അതായത് കൃത്യമായ ഒരു പ്രവർത്തനം അദ്ദേഹത്തെ സ്വീകരിക്കുക, മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കൃത്യമായി പരിചയപ്പെടുന്ന കാര്യത്തിൽ ആവേശമാക്കി മാറ്റാൻ വേണ്ടി മുഴുവൻ പ്രവർത്തകരെയും 4 മണ്ഡലങ്ങളിലെ പ്രവർത്തകരാണ് പത്തനംതിട്ടയിൽ നിന്ന് എത്തിച്ചേരുക. ആ 4 മണ്ഡലങ്ങളിലെ പ്രവർത്തകരെയും ഒരു വലിയൊരു ജനസമുദ്രമാക്കി മാറ്റിക്കൊണ്ട് പ്രവർത്തകർക്ക് ആവേശമാക്കി മാറ്റുന്ന രീതിയിലേക്ക് ഈ പ്രവർത്തനങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നലെ ആന്റോ ആന്റണി MP വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ വരവ് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. രാഹുൽ ഗാന്ധിക്ക് ശേഷം അടുത്ത ദിവസങ്ങളിൽ പ്രിയങ്ക ഗാന്ധിയും പത്തനംതിട്ടയിൽ എത്തിച്ചേരുമെന്നുള്ള കാര്യം കൂടി ആന്റോ ആന്റണി ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ സോണിയാഗാന്ധിയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ചുക്കാൻ പിടിക്കാനായി പ്രധാനമായും കേരളത്തിൽ എത്തേണ്ടിയിരുന്നത്. പക്ഷേ ശാരീരിക പ്രശ്നങ്ങൾ കാരണം എത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി എത്തുന്നത്. രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ പ്രിയങ്ക ഗാന്ധി എത്തും. ഇതെല്ലാം കോൺഗ്രസിന് അനുകൂലമായി, UDF അനുകൂലമായി മാറും എന്നുള്ളതാണ് ഈ നേതൃത്വം വിലയിരുത്തുന്നത്. പത്തനംതിട്ടയിൽ ഇപ്രാവശ്യം 5 മണ്ഡലങ്ങളിലും UDF വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ്. അതിന്റെ ചുക്കാൻ പിടിക്കാൻ അതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് രാഹുൽ ഗാന്ധി എത്തുന്നതാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കോൺഗ്രസ് ക്യാമ്പിൽ UDF ക്യാമ്പിൽ ആവേശമുണർത്താൻ രാഹുൽ ഗാന്ധി എത്തുകയാണ്. രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ പ്രിയങ്ക ഉൾപ്പെടെ എത്തും. പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥികളെ ഒക്കെ അണിനിരത്തുന്ന പരിപാടിയാണ് നമ്മൾ അവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നത്. 11:45 രാഹുലിന്റെ പരിപാടികൾ ആരംഭിക്കുക. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.